എന്നുള്ള ബോധം ഉണ്ടാകണം, അതിന് സന്തോഷമുണ്ടാകണം. നിങ്ങൾ നടക്കുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്തളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ്, അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം നിൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത്. ഈ സംഗീത ഐസയാ 45:2 ഇടക്കിടക്കെടുത്ത് വായിച്ചു നോക്കണം, ആവേശം കൊള്ളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവസാനം വരെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ കൊതിയാണ്, കിതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ അഭിവാഞ്ച എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യാത്മിക ജീവിതത്തിൽ. കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ, കർത്താവ് ഒരു പൂവിനൊരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനൊരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വചനം തന്ന്, പരിശുദ്ധ കുർബാന തന്നു, പിന്നെ കൂട്ടായ്മ തന്നു. എല്ലാം അന്ത്യം എന്താണ്? സാന്നിധ്യമാണ്. കർത്താവേ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതൊക്കെ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിൽ? അങ്ങയുടെ മക്കളിൽ നിന്ന് എന്നെ കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവെ ശക്തിപ്പെടണേ, കർത്താവ് മക്കളെ അങ്ങ് ശക്തിപ്പെടുത്തുന്ന കർത്താവെ, മരുന്ന് ലേപനം അല്ല കർത്താവെ, അങ്ങയുടെ വചനമാണ് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കർത്താവ് ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്റെ ആവശ്യം അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire fingers, walk with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുടുംബം ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിന്റെ വയലേലുകൾ ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നീ നിൻ്റെ തൊഴിലിടങ്ങൾ ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ആശകൾ, നിൻ്റെ ആശങ്കകൾ, നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ആശ്വസിക്കപ്പെട്ടു. നീ എന്തിനു വേണ്ടിയാണ് വിലപ്പെടുത്തതായിട്ട് കണ്ട് വിഷമിക്കുന്നത്? എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത്? ആ മേഖല, ആ വിഷയം, ആ വ്യക്തി കർത്താവിനാൽ നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസ്ഥത്തിലെ ദൈവികമായ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ, എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ ശക്തിയിൽ നീ ഈശോനാമത്തിൽ നിൻ്റെ ജീവിതം, ഇന്നത്തെ ജീവിതം പരിപൂർണമായി ആസ്വദിക്കപ്പെടട്ടെ.